അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഇന്നലെ മിസ്വാക്കിൻ്റെ മസ്അലകൾ പറഞ്ഞ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മിസ്വാക്ക് ചെയ്യുമ്പോൾ മിസ്വാക്കിൻ്റെ സുന്നത്തിനെ കരുതണം. അല്ലാത്ത പക്ഷം കൂലി അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. യംബഗി അൻ യൻവിയ ബിസ്സിവാക്കി അസുന്നത്ത എന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്നത് മറക്കരുത്. എന്നാൽ ഒരു ഇബാദത്തിൻ്റെ ഉള്ളിലായ മിസ്വാക്ക് ചെയ്യലാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഉദാഹരണം, ഉദു ചെയ്യുമ്പോൾ നാം മിസ്വാക്ക് ചെയ്യുന്നത് മുൻകൈ കഴുകിയതിൻ്റെ ശേഷമാണ്. നമ്മൾ നേരത്തെ തന്നെ ഉദുവിൻ്റെ സുന്നത്തുകളെ വീട്ടുന്നു എന്ന് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം കരുതേണ്ടതില്ല. അതിനെപ്പറ്റിയല്ല പറയുന്നത്. അല്ലാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഉദുവിൻ്റെ ആദ്യത്തിൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ചെയ്യുകയാണ്. അപ്പോൾ മിസ്വാക്ക് ചെയ്യലിൻ്റെ സുന്നത്തിനെ കരുതിയാലേ മിസ്വാക്ക് ചെയ്യലിൻ്റെ കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയം അൽ മദ്മദത്തു വൽ ഇസ്തിൻസാഖ്, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലുമാണ്. അതാണ് 8ാമത്തെ സുന്നത്ത്. അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് വെള്ളം മൂക്കിലേക്കും വായിലേക്കും ചേർക്കലാണ്. അല്പം വെള്ളം മൂക്കിലേക്കും വായിലേക്കും ചേർക്കുക, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. അതിൻ്റെ പൂർണ്ണമായ രൂപം 3 കോരികൾ കൊണ്ട് ഈ മദ്മദത്തിനെയും ഇസ്തിൻസാഖിനെയും വായിൽ വെള്ളം കൊപ്പിളിക്കലിനെയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റിനെയും ഒരുമിച്ച് കൂട്ടുക. അതായത് ഓരോ കോരിയിൽ നിന്നും ആദ്യം വായിൽ വെള്ളം കൊപ്പിളിക്കുക, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. അങ്ങനെ 3 കോരി എടുത്തുകൊണ്ട് ചെയ്യുക. അതാണ് പൂർണ്ണമായ രൂപം. അതോടൊപ്പം അത് രണ്ടിലും, മദ്മദത്തിലും ഇസ്തിൻസാഖിലും, വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നതിലും അമിതമാക്കലും, അതായത് വായുടെയും മൂക്കിൻ്റെയും എല്ലാ വശങ്ങളിലേക്കും വെള്ളം എത്തിക്കലും സുന്നത്താണ്. എപ്പോൾ അവൻ നോമ്പില്ലാത്തവനാണെങ്കിൽ, നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ അമിതമാക്കുന്നത് കറാഹത്താണ്. അതുപോലെ വെള്ളം വായിൽ ചുറ്റിക്കുകയും പിന്നീട് അത് തുപ്പിക്കളയുകയും ചെയ്യുക എന്നതും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ മൂക്കിൽ നിന്ന് വെള്ളത്തെ ഇടത്തെ കൈകൊണ്ട് പിഴിഞ്ഞു കളയുന്നതും സുന്നത്താണ്. അതോടൊപ്പം ചെറുവിരലിനെ മൂക്കിൽ കടത്തി മൂക്കിലുള്ള അഴുക്കിനെ നീക്കലും സുന്നത്താണ്. ഉദുവിൻ്റെ സുന്നത്തുകൾ 1, 2 വിഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 3ാമത്തെ വിഭാഗമാണ്. 3ാമത്തെ വിഭാഗമാണ് മായുത്തലബു ഫിൽ മസ്ഹി, അതായത് തടകുന്നതിൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഈ വിഭാഗത്തിൽ 1ാമത്തേതും മൊത്തത്തിൽ 9ാമത്തേതുമായ സുന്നത്താണ് തല മുഴുവൻ തടവുക എന്നത്. തല മുഴുവൻ തടകലിൻ്റെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഇത്തിബാഅ് തന്നെയാണ്. അവിടുന്ന് വുദു ചെയ്ത് കാണിച്ചതിൽ അധികവും തല മുഴുവൻ തടകിക്കൊണ്ടായിരുന്നു. മാത്രമല്ല മദ്ഹബിൻ്റെ ഇമാമുകളായ ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുമ എന്നിവരുടെ മദ്ഹബ് അനുസരിച്ച് തല മുഴുവൻ തടകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും അവരുടെ എതിരഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയുമാണ് തല മുഴുവനും തടകൽ ശക്തമായ സുന്നത്താണ് എന്ന് പറയുന്നത്. ഇനി തല മുഴുവൻ തടകാൻ ഒരാൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഏറ്റവും നല്ലത് നെറുംതല തടകലാണ്. എന്നാൽ മദ്ഹബിൻ്റെ ഇമാമുകളിൽ പ്രമുഖനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ അഭിപ്രായമനുസരിച്ച് തലയുടെ 1/4 തടകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടും
അദ്ദേഹത്തിൻ്റെ എതിർപ്പിൽ നിന്ന് പുറത്തു പോകാനും വേണ്ടി തല തടകുമ്പോൾ തലയുടെ നാലിൽ ഒന്നിനേക്കാൾ ചുരുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.